ഗൈസ് ഞങ്ങളൊരു പോസ്റ്റ് കിട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ പോസ്റ്റല്ല, ഒരു 2-2.5 മണിക്കൂറിൻ്റെ പോസ്റ്റ്. ആരും ചെക്കൗട്ട് ആവുന്നില്ല. എല്ലാവർക്കും ഈ ഹോട്ടൽ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയല്ലോ. എല്ലാവർക്കും ഹോട്ടൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയല്ലോ. അതെ, 2 മണിയായിട്ടും ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്. നിങ്ങളുടെ പ്ലാനൊക്കെ കൊളമാകുമോ? ബൈ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്നല്ലേ, ഞങ്ങൾ ഒരു ബ്രൈഡ് ടു ബി പ്ലാൻ ചെയ്തേക്കാണ്. 1 അല്ല 2 ബ്യൂട്ടിഫുൾ ഞങ്ങളുടെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് അവിടെയാണ് ഈ പ്ലാനൊക്കെ സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീമിൽ കുറേ ആളുകളുണ്ട് കേട്ടോ. ഞങ്ങളൊരു 5-6 പേര് ചേർന്നിട്ട് നമ്മുടെ റൂമിലുണ്ടായിരുന്ന 2 പേർക്ക് വേണ്ടിയിട്ട് ബ്രൈഡ് ടു ബി ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ ഞാൻ അതിന് എൻ്റെ കൂടെയുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്താവേ. ഇത് ജാനു, ചിത്തു, ചാന്ദിനി, റീമു ആൻഡ് രേന ആൻഡ് മീ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ക്വാഡ്. അപ്പം നമ്മുടെ ബേസിക്കലി പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പി ആൻഡ് രഹന, ഇതാണ് നമ്മുടെ 2 ബ്രൈഡ്സ്. അപ്പോൾ ഇതിൽ പോപ്പി എൻ്റെ കൂടെ കോളേജ് തൊട്ട് പഠിച്ച കൂട്ടുകാരിയാണ് കേട്ടോ. മോർ ദാൻ 10 years ആയിട്ട് അവളെൻ്റെ കൂടെ ഉണ്ട്. അതായത് ചെറിയൊരു സതീർത്ഥയാണ് അവൾ. ഞാൻ എവിടെ പോയാലും അവിടെ പുറകെ വരും. അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് സിൻസ് 2014. അങ്ങനെ പോപ്പി ത്രൂ ആണ് എനിക്ക് രഹനയായിട്ടുള്ള കണക്ഷൻ വരുന്നത്. ഞങ്ങളുടെ ഒരു ബ്രൈഡിൻ്റെ പേരും രഹനയാണ്. അപ്പോൾ നമ്മുടെ ഗാങ് 2 രഹനാസ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് വഴിയൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതിൽ നമ്മളെല്ലാവരും ഒരേ റൂമിൽ ദുബായിൽ വന്ന് ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ എൻ്റെ ബാച്ചിലേഴ്സ് റൂമിലുണ്ടായിരുന്ന കൂട്ടുകാരാണ് ഇവർ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. സോ ഇത് ചിത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീ സോ സ്വീറ്റ്. ഞാനൊരു ദുബായ് വന്ന് ഫസ്റ്റ് ബെഡ് സ്പേസിലായിരുന്നപ്പോൾ പരിചയപ്പെട്ട ആദ്യത്തെ ആളാണ് ചിത്തു സിൻസ് ഇപ്പോഴും നമ്മുടെ കൂടെ കട്ടയ്ക്കുണ്ട്. ഷീ ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ലേഡി ആൻഡ് ഷീ ഈസ് പ്രഗ്നൻറ്റ് നൗ. ഞങ്ങൾ ഇനി നെക്സ്റ്റ് ചിത്തുവിൻ്റെ എന്താണ് ബേബി ഷവർ പ്ലാനിങ്. സേതു റിജോ. നമ്മൾ 5 പേര് ഇതിൽ ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞവരാണ്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവരുടെ റൂമിൽ നിന്ന് മാറുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ ഞങ്ങൾ 5 പേര് സെറ്റ് ഒരു റൂമിൽ ഒരുപോലെ നിന്നവരാണ്. അങ്ങനെ റീമു രഹ്നേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ നമ്മൾ ഈ അവൾക്കൊരു ബ്രൈഡ് ഷവർ കൊടുക്കുമ്പോൾ റീമുവിനെ കൂടെ ആഡ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ റീമുവിനെ എനിക്ക് നേരത്തെ ചെറിയൊരു പരിചയമൊക്കെ ഉണ്ട് വാട്സപ്പ് ത്രൂ. പക്ഷേ ഈ പ്രോഗ്രാമിന് വന്നപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലോലി ഈ പ്രിപ്പറേഷൻസൊക്കെ ഈ റൂമിൽ ചെയ്തിട്ട് വേണം നമ്മുടെ ബ്രൈഡ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ലോലി ഓരോരോ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. നമ്മളത് ഇതാക്കുന്നു. ഒരു പിൻട്രസ്റ്റിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഹൈലി എസ്തെറ്റിക്കായിട്ടൊരു ഡെക്കോറൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെവിടം വരെ എത്തുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ ഗോയിങ് ഓൺ ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രൈഡ്സിനൊക്കെ ഇത് ഇഷ്ടമാവും തോന്നും. ഞാൻ ഓൾമോസ്റ്റ് ഫൈനൽ ഒരു ഔട്ട്ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബലൂൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കോമഡി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നടന്നു. നമ്മൾ ബലൂൺ വെറുപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രൈഡെന്ന് ആ വിൻഡോയിൽ കാണുന്നില്ല, ആ വിൻഡോയിൽ കാണുന്ന ബ്രൈഡിന് ഡി ഇല്ല. ആ ഡി പൊട്ടിപ്പോയി. ഞങ്ങൾ വൈകുന്ന നോണിൽ 15 minutes ഡെലിവറി ഉള്ളിടത്തുനിന്ന് ഒരു കുഞ്ഞ് ബ്രൈഡ് ടു ബീൻ്റെ ബലൂൺസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ അത് നമ്മൾ നമ്മുടെ ഈ ബെഡിൻ്റെ മേളിൽ ഇങ്ങനെ ഇത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിൽ ബാക്കിയുള്ള ഇതെല്ലാം വീർപ്പിച്ച് വെച്ചതുകൊണ്ട് അതിനി എവിടെ ചെയ്യും, അതല്ലെങ്കിൽ പൊട്ടിച്ച് കളയേണ്ട വരുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിൻഡോയുടെ അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. പക്ഷേ ഡി ഇല്ല, ആ ഒരു കുഴപ്പമേ ഉള്ളൂ. പക്ഷെ അതൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ അത് സെറ്റാക്കി. പിന്നെ ഒരു പൈജാമ പാർട്ടിയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ബ്രൈഡ്സിന് 2 ഡിഫറെൻറ്റ് കളറ് പൈജാമാസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ബ്രൈഡ് മെയ്ഡ്സ് എല്ലാവരും സെയിം കളറൊക്കെ ഇട്ട് അവർക്ക് കൊടുക്കാനുള്ള ബൊക്കെയൊക്കെയാണ് ഓർഡർ ചെയ്ത്. ബൊക്കെ അവരെ വരുന്നവരെ അവരെ ബൊക്കെ മറ്റേ ഈ ബ്രൈഡ് ടു ബീൻ്റെ ആ ടാഗൊക്കെ ഇട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ചെയ്ത് ഉള്ളിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതിനൊപ്പം വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ. സ്റ്റിൽ ഇതൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. കേക്കും കൂടി അവർ വരുന്നതിന് മുന്നേ അവിടെ എടുത്ത് പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ടൈം ഒരു 6:30 ആയി. ഞാൻ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ഷേക്ക് സൈഡ് റോഡിൻ്റെ വ്യൂ കാണാം. സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈമാണ്. ഇങ്ങനെ നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ താഴത്തെ ഒരു കൊടൂര ബ്ലോക്ക് കാണാൻ പറ്റും, ദുബായിയുടെ ബ്ലോക്ക്. യൂഷ്വലി ഈ ടൈമിൽ അതിലേതെങ്കിലും ഒരു വണ്ടിയിൽ ഞാനും ഉണ്ടാവുന്നതാണ്. കാരണം ഞാനും കാർ ലിഫ്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഷാർജയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നിങ്ങനെ മേളിൽ നിന്ന് നോക്കുമ്പോൾ അത് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതൊരു ഹെല്ലായിട്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി കേക്ക് അടക്കം പ്ലേസ് ചെയ്ത്. ഇതാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള റൂമിൻ്റെ ഒരു ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നത് ഞാൻ പോലും വിചാരിച്ചില്ല. ചില സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുളമാകും. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും ബ്യൂട്ടിഫുള്ളായിട്ട് വരും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും ബ്യൂട്ടിഫുള്ളായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡ്സിന് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ, അവരുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു അല്പസമയത്തിനുള്ളിൽ നമുക്കറിയാം. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പോപ്പീൻ്റെ ചിക്കൻ. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ രഹനയുടെ ചിക്കനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് രഹനയുടെ ചിക്കനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റായതിനു ശേഷം അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഓൾറെഡി റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പാടെ അവർക്ക് ഒരു മെട്രോ എടുത്ത് ഇങ്ങോട്ട് വരാനുള്ള ഒരു ദൂരേ ഉള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ അവരെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്ത് അങ്ങനെ. ഇതാണ് ചാന്ദിനി, ഞങ്ങളുടെ പ്ലാനിങ് ഓർഗനൈസറിൽ ഒരാൾ. അവളുടെ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ ഈ വ്യൂ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വ്യൂ ഉള്ളൊരു റൂമൊക്കെ നമുക്ക് സ്പെഷ്യലി അറേഞ്ച് ചെയ്ത് തന്നത് ഈ ഹോട്ടലിൽ എൻ്റെ ഫ്രണ്ടുണ്ട് വർക്ക് ചെയ്യുന്ന നിബിനാണ്. നിബിനൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ നിബിൻ. സോ നൈസ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വ്യൂ ഉള്ളൊരു റൂം കിട്ടില്ലായിരുന്നു. So our brides are here, so let's see.